മധുരവും എരിവും ഒരുപോലെ നിൽക്കണം. ഉപ്പും മധുരവും എരിവും ഒരുപോലെ നിൽക്കണം. എരിവും ഒരുപോലെ നിൽക്കണം. നല്ല നമസ്കാരം. ഒരു പ്രത്യേക ഫുഡ് വ്ലോഗാണ് ഇന്ന് ചെയ്യുന്നത്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ വഴിപാടായ കാവടിയാട്ടത്തിന് മുന്നോടിയായുള്ള ഒരു കാവടി സ്വാമിമാർക്ക് കൊടുക്കുന്ന ഫ്രൂട്ട്സ് ഉപ്പുമാവ്, അതിൻ്റെ ഒരു വേറിട്ട കാഴ്ചകളാണ് ഇന്ന് ഞങ്ങൾ ഒരുക്കുന്നത്. ഫ്രൂട്ട്സ് ഉപ്പുമാവാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഉണ്ടാക്കുന്നത് നമ്മുടെ കരുവാറ്റയിലെ ഗണേശസ്വാമിയാണ്. അപ്പോൾ ഇത് എത്ര പേർക്കാണ് ഇത് ഇന്ന് ഉണ്ടാക്കുന്നത്? ഇത് നമ്മളിപ്പോൾ 600 പേർക്ക് ഉണ്ടാക്കും. 600 പേർക്ക്. എന്തൊക്കെയാണ് ഇതിൻ്റെ ചേരുവകൾ? ഇതിൻ്റെ ചേരുവ നമുക്ക് എല്ലാം കൂടി ഒരു 36-40 ഐറ്റം ഉണ്ട്. 40 ഐറ്റം ഉണ്ട്. 40 ഐറ്റം ഉണ്ട്. എന്തൊക്കെയാണ്? നമ്മൾ അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, കടലപ്പൊരി, ചെറുപയർ പരിപ്പ്, കിസ്മസ്, തേങ്ങ, ഏത്തയ്ക്ക പഴുപ്പ് കുറഞ്ഞത്, ഫ്രൂട്ടി 3 കളർ വരും. ഈ ആപ്പിളുണ്ട്, കറുത്ത മുന്തിരി അരിയില്ലാത്തതുണ്ട്. തേങ്ങയാണ് ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത്. 600 പേർക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് 100 തേങ്ങ വേണം. 100 തേങ്ങ വേണം. പിന്നെ മിൽക്ക് മേഡ്, നെയ്യ്. നെയ്യുടെ ഇതിൻ്റെ റവയുടെ വറപ്പ് ശകലം കട്ട് ചെയ്യാം. റവ നെയ്ക്കകത്ത് തന്നെ 2 മണിക്കൂർ വറക്കണം. 2 മണിക്കൂർ വറക്കണം. അതിൽ ഈ ഫ്രൂട്ട്സ് ഒക്കെ വളരെ കടുമാങ്ങയ്ക്ക് അരിയുന്ന ആ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കുന്നത് വളരെ ഒരു ശ്രമകരമായ ജോലിയാണ്. ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് വലിയൊരു വാർപ്പ് വെച്ചിരിക്കുകയാണ്. നെയ്യ് ഒഴിച്ച് വേണം റവ ഇറക്കാൻ. നെയ്യ് ഒഴിച്ചിട്ടിരിക്കുക. നെയ്യ് ഒഴിച്ചിട്ടേക്ക്. എത്ര കിലോ റവയുണ്ട്? 70 കിലോ. എല്ലാം ഹരഹരോ ജപിച്ചാണ്. ഇതൊരു ഭക്തിയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. വലിയ വാർപ്പായുണ്ട്. ഒന്നിച്ച് ഒറ്റ ട്രിപ്പിൽ 70 കിലോ ഒക്കെ ചെയ്യാൻ പറ്റും അല്ലേ? ഫ്രൂട്ട്സ് സെറ്റ് ചെയ്യുമ്പോൾ ഈ ഒരെണ്ണത്തിൽ പറ്റത്തില്ല. 2 വാർപ്പ്. അതാണ് ആ വാർപ്പ്. ഫ്രൂട്ട്സ് കൂടെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു വാർപ്പോട്. പേരെങ്ങനെ? എൻ്റെ പേര് കണ്ണൻ. ഈ കണ്ണൻ സ്വാമിയുടെ വീട്ടിലാണ് ഈ വഴിപാട് നടക്കുന്നത്. അപ്പം ഏത് കാവടി എടുക്കുന്നത്? ഞാൻ എണ്ണ കാവടി എടുക്കും. എണ്ണ കാവടി ഏതാ? അമ്പലം അരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി അറുമുഖ കാവടിയ. വൈഫിന്റെ പേര് രമ്യ. ഹൗസ് വൈഫാണ്. മക്കളൊക്കെ? മക്കള് 2 മക്കള്. ഇത് എന്തൊരു വഴിപാടിനാണ്? അങ്ങനെ മോക്ക് വേണ്ടിയിട്ടാണല്ലേ? കരുതും ഒരു ഉപ്പുമാവ് മാത്രമാണ്, പക്ഷേ ഇതിൻ്റെ വളരെ ശ്രമകരമായ ജോലിയാണ്. ഇതിൽ ഇപ്പോൾ തന്നെ ഒരു 10-12 പേര് ഇവിടെ ഇരുന്ന്, സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ ഇരുന്ന് ജോലി ചെയ്യുകയാണ്. വാർപ്പിലിട്ടിട്ട് ഏതാണ്ട് 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 45 മിനിറ്റ് കഴിഞ്ഞു. ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോൾ അത് ഏതാണ്ട് ഈ ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടൊരു ചുമന്ന പരുവാകുമ്പോൾ അടുത്ത ഈ കൂട്ടുകൾ ഞാൻ നിരത്തി വെച്ചേക്കുകയാണ്. ഈ കൂട്ടുകളൊക്കെ എത്ര ഐറ്റംസ് ഉണ്ടെന്ന് നോക്കി. ഇതെല്ലാം വിശദീകരിച്ച് പറയും. ഇത്രയും ഐറ്റംസ് ഇതിനകത്ത് കയറേണ്ടതാണ്. ഇതിൻ്റെ ആ ഒരു 2ാം മിക്സ് ഇത് ആദ്യത്തെ ഇത് റവ വറുത്തതിന് ശേഷം മാത്രമേ തുടങ്ങുകയുള്ളൂ. ഇതിൻ്റെ ആദ്യഘട്ട പരിപാടി റവ വറുത്ത് മാറ്റി എണ്ണയൊഴിച്ച് ചൂടാകുകയാണ്. ആ സമയം കൊണ്ട് ഈ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇത് 6 ഐറ്റം സാധനമാണ്. ഇത് അണ്ടിപ്പരിപ്പുണ്ട്, ചെറുപയർ പരിപ്പുണ്ട്, കപ്പലണ്ടി ഉണ്ട്, കരുവേപ്പില വറുത്തതുണ്ട്, പിന്നെ തേങ്ങ വറുത്തതുണ്ട്, കിസ്മസ് ഉണ്ട്. 6 ഐറ്റമാണ് ഈ ഇരിക്കുന്നത് അല്ലേ? ഇത് 3. ഇത് അരിയില്ലാത്ത കറുത്ത മുന്തിരി. ഇത് തേങ്ങ. ഇതിനകത്ത് തേങ്ങ വറുത്ത അതിനകത്ത് ഉണ്ടല്ലേ? ക്യാരറ്റ്, ഈന്തപ്പഴം സ്ലൈസ് ചെയ്തത്. ഇത് ഫ്രൂട്ടി റെഡ്. ഇത് ഏത്തയ്ക്ക പഴുപ്പ് കുറഞ്ഞത്. ഇത് ഫ്രൂട്ടി പച്ച. ഇത് ചെറിപ്പഴം. ചെറി. ഇത് പൈനാപ്പിള്. ഇത് ആപ്പിള്.
പൈനാപ്പിള്, ആപ്പിള്, ബാക്കി കടുവ വറക്കാനുള്ള ഐറ്റം എല്ലാമാണ് ഇരിക്കുന്നത്. കടുവ വറക്കേണ്ടതാണ്, സവാള, മറ്റുള്ള പച്ചമുളകൊക്കെയാണ്. ഇത് മിൽക്ക് മെയ്ഡ്. കടുവ വറക്കേണ്ട സവാള, മിൽക്ക് മെയ്ഡ്, കരിവേപ്പില, വറ്റൽമുളക്, പച്ചമുളക്, ഉഴുന്ന്, കടുക്, ഇഞ്ചി, ഇത്രയാണ് കടുവ വറക്കുന്നത്. നെയ്യ്, എസൻസുകളെല്ലാം. എണ്ണയൊഴിച്ചു കടുക് ഇട്ടിരിക്കുകയാണ്, ഉഴുന്നിടുകയാണ്. അടുത്തതായിട്ട് വറ്റൽമുളക് അല്ലേ, വറ്റൽമുളക് കറക്കം പറഞ്ഞാൽ ഉഴുന്ന് ചുമക്കണം, അതാണ് അതിൻ്റെ പനി. വറ്റൽമുളക് കറക്കം പറഞ്ഞാൽ ഉഴുന്ന് ചുമക്കണം, അതാണ് അതിൻ്റെ കണക്ക്. വെയിലാണ്, നല്ല വെയിലാണ് ഇവിടെ. ഇപ്പോൾ എന്താ ഇഞ്ചി പേസ്റ്റ്. ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ട് ഉടനെ തന്നെ വെള്ളം ഒഴിക്കുകയാണ്. മിനറൽ വാട്ടറാണ് ഉപയോഗിക്കുന്നത്. ഉപ്പിടുവാണ്. ഉപ്പും മധുരവും എരിവും ഒരുപോലെ നിൽക്കണം. ഉപ്പും മധുരവും എരിവും ഒരുപോലെ നിൽക്കണം. എന്നാലേ ഈ ഫ്രൂട്ട്സ് ഉപ്പാൻ്റെ ആ ഒരു ടേസ്റ്റ് കിടത്തായി. മിൽക്ക് മെയ്ഡ് ഒഴിക്കുകയാണ്. ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. പഞ്ചസാര, എരിവും പുളിയും മധുരവും എല്ലാം ഒരുപോലെ നിൽക്കുന്നതിനാണ് ഈ കൂട്ടുകളൊക്കെ. ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു കളറൊക്കെ നല്ല ബ്രൗണിഷ് കളറൊക്കെ ആയിട്ടാണ്. പൈനാപ്പിൾ എസൻസ് ആണ് ഒഴിക്കുന്നത്. വാനില എസൻസ്, പൈനാപ്പിൾ എസൻസ്, അങ്ങനെ പല പരിപാടിയാണ്. നെയ്യാണ്. ഇപ്പോൾ തന്നെ ആ എസൻസും നെയ്യും പഞ്ചസാരയും എല്ലാം കൂടെ നല്ല സ്മെല്ല് ഉണ്ട്. സ്വാമിയുടെ ഒരുപാടായതുകൊണ്ട് ഇതൊന്നും സ്മെല്ല് മാത്രമേ എടുക്കാൻ പറ്റൂ. കണ്ട ഗണേശസ്വാമി അതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആഹാരമല്ല, ഇതിൻ്റെ ഉപ്പും എരിയും പുളിയൊക്കെ ഒരുപോലാണോ എന്ന് നോക്കുന്നതിനുള്ള ഒരു ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടാണ്. കറക്റ്റാണ്. സമാസമാണല്ല. ഇങ്ങനെ ഞാനും ഇതിൽ പങ്കാളിയാകുകയാണ്. വേലായുധ സ്വാമിയുടെ ഒരു വഴിപാടാണ്. മറ്റുള്ള ഫുഡ് ഐറ്റംസിൻ്റെ വോഗ് ചെയ്യുന്ന മാതിരിയല്ല ഇതിൽ ഭക്തിയും അതോടൊപ്പം കുറച്ച് പേരുടെ അധ്വാനവുമാണ് ഇതിൽ കാണുന്നത്. ചെയ്യാനുള്ള രണ്ടാമത്തെ ചെറിയ വാർപ്പെടുക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്.
തേങ്ങ ഇട്ടതിന് ശേഷം മുന്തിരിങ്ങ മിക്സിംഗ് ആണ്. സാധനങ്ങളെല്ലാം ഈ ഉപ്പുമാവിൽ പോകേണ്ട സാധനങ്ങളാണ് ഈ ഇരിക്കുന്നത്. ഓരോന്നോരോന്നോരോന്നായി എടുത്ത് മിക്സ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഏത്തയ്ക്ക മിക്സ്. ഇപ്പോൾ ഈന്തപ്പഴമാണ് അടുത്തതിട്ട് മിക്സ് ചെയ്യുന്നത്. ക്യാരറ്റാണ് ഇപ്പോൾ മിക്സ് ചെയ്യുന്നത്. അടുത്തത് ചെറിയാണ് ഇട്ടേക്കുന്നത്. ചെറി ഇട്ടിട്ടാണ് ഇപ്പോൾ മിക്സ് ചെയ്യുന്നത്. പൈനാപ്പിളാണ്. എന്തോ ടേസ്റ്റ് ഉണ്ടോ ഈ ഫ്രൂട്ടി ഇടുന്നോണ്ട്? നല്ല ടേസ്റ്റാണ്. ഇത് പപ്പരക്കായി. അത് തന്നെ നല്ല ടേസ്റ്റാണ്. ഇത് കുഞ്ഞുങ്ങൾക്കും വലിയ ഇഷ്ടമാണ്. ഇത് ഒരു കളർഫുള്ളാണ്. ഈ ചുമലയും പച്ചയൊക്കെ ഇടുമ്പോൾ ഒരു ടേസ്റ്റാണ്. ശരിക്കും ഓമയ്ക്കയാണ് സാധനം. അത് തന്നെ ചുമല ഫ്രൂട്ടിയാണ് ഇടുന്നത്. ഇതൊക്കെ ഈ ഫ്രൂട്ടി ഈ ഒന്നിനോട് കളർ വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കളർഫുള്ളാകും. ഇത് മസാലയാണ് ഇടുന്നത്. ഏകദേശം പണികളൊക്കെ ഗണേശസ്വാമിയുടെ പൂർത്തിയായിരിക്കുകയാണ്. ഈ ചെറിയ സാധനങ്ങളൊക്കെ ഇതിനകത്ത് മിക്സ് ചെയ്താൽ മതി. ഇങ്ങനെ ഉപ്പുമാവ് റെഡിയായി. ഡെക്കറേഷൻ വർക്കുകളാണ്, ഫിനിഷിങ് വർക്കുകളിലേക്ക് കിടന്നേക്കാണ്. ഇതിൻ്റെ ഒരു കളർഫുള്ളാണ്. പച്ച, ചുമല, മഞ്ഞ, ഇങ്ങനെ എല്ലാ കളറിലുമുള്ള പൈനാപ്പിൾ, ആപ്പിള്, ഫ്രൂട്ടി എല്ലാം കൂടെ വരുമ്പോഴേക്കും നല്ല കളർഫുൾ സാധനമാണ്. നല്ല ഫിനിഷ് ചെയ്യുന്ന നെയ്യ് ഒഴിക്കുന്ന പരിപാടിയാണ്. മിൽമയുടെ ഗീയാണ്. കാവടിയുടെ ഉപ്പുമാവ്, ഫ്രൂട്ട്സ് ഉപ്പുമാവിൻ്റെ വ്ലോഗ് ഇവിടെ സമാപിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ ബൈ.